ഓം ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ദൈവമേ നീ വിജയിച്ചരുളിയാലും. പ്രിയരെ, ഒരു വലിയ കപ്പലിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഏറ്റവും പരിചയസമ്പന്നനും സമർത്ഥനുമാണ് കപ്പിത്താൻ. 1000-ഓളം വരുന്ന യാത്രക്കാരിൽ ലോകത്തെ എല്ലാ മതങ്ങളുടെയും അനുയായികളുണ്ട്. അതിസമ്പന്നന്മാരും ശാസ്ത്രജ്ഞന്മാരും ഉന്നത കുലങ്ങളിൽ ജനിച്ചു വളർന്നവരും വിദ്യാസമ്പന്നരുമുണ്ട്. തൊഴിലുടമകളും തൊഴിലാളികളും തൊഴിൽ തേടുന്നവരും ദരിദ്രന്മാരും രോഗികളും മോഷ്ടാക്കളും ഈ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുമുള്ള യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് നീങ്ങുന്ന കപ്പലിന് വഴിയൊരുക്കുന്നതും വഴിയായിരിക്കുന്നതും തമ്മിൽ ഭേദമില്ലാത്ത ജലതരംഗങ്ങളാണ്. എന്നാൽ ശാന്തമായിരുന്ന കടൽ ക്ഷോഭിക്കുവാൻ തുടങ്ങുന്നതോടെ യാത്രക്കാർ എല്ലാ നിലയും മറന്ന് പരിഭ്രാന്തരാവുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി അത് ഏതു നേരത്തും മുങ്ങുമെന്ന നിലയിലെത്തുമ്പോൾ രക്ഷ തേടി ദൈവത്തെ വിളിക്കുന്നു. ഒരു ധനവാൻ പോലും എന്റെ ധനമേ എന്നെ രക്ഷിക്കൂ എന്നപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. ദരിദ്രൻ എന്റെ ദാരിദ്ര്യമേ എന്നെ രക്ഷിക്കൂ, രോഗി എന്റെ രോഗമകറ്റി എന്നെ രക്ഷിക്കണമെന്നോ, തൊഴിൽ രഹിതൻ ഉദ്യോഗം തന്നു രക്ഷിക്കണമെന്നോ, മോഷ്ടാവ് ആരാലും പിടിക്കപ്പെടാതെ രക്ഷിക്കണമെന്നോ ആ നേരത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥന മരണത്തിൽ നിന്നുമുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. പഠിപ്പും ധനവും സ്ഥാനവും നിലയും എന്തൊക്കെയുണ്ടായാലും ജീവന്റെ നിലനിൽപ്പിന് അതൊന്നും അന്തിമമായി മതിയാവുകയില്ല. സർവപ്രപഞ്ചത്തിനും രക്ഷകനായിരിക്കുന്നവനും കാരുണ്യത്തിന്റെ വൻകടലായിരിക്കുന്നവനുമായ മഹാദേവ, അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ശരണാഗതിയായിട്ടുള്ളത്. ഞങ്ങളുടെ രക്ഷയൊന്നു മാത്രമാണല്ലോ അവിടത്തേക്ക് വിജയമായിട്ടുള്ളതും. ദൈവമേ, നിന്റെ നിത്യതയിലാണ് ഞങ്ങളുടെ ജീവനിരിക്കുന്നത്. അവിടുന്ന് വിജയിച്ചരുളിയാലും. ദേവന്മാരുടെയെല്ലാം ദേവനായ ദൈവമേ, അങ്ങ് വിജയിച്ചരുളേണമേ. ദുഃഖിതന്മാരെയും മർദ്ദിതന്മാരെയും രക്ഷിക്കാൻ സദാ ഉണർന്നിരിക്കുന്ന ദൈവമേ, അങ്ങ് വിജയിച്ചരുളേണമേ. ബോധാനന്ദ സ്വരൂപനായ അവിടുന്ന് വിജയിക്കുമാറാകണമേ. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.